ومن سلك طريقا يلتمس فيه علما سهل الله له به طريقا إلى الجنة. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين والصلاة والسلام على رسول الله وبعد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയപ്പെട്ട അൽബയാൻ ഖുർആൻ മത്സര പരീക്ഷയിലെ പഠിതാക്കളെ, സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ സവിശേഷമായ ഗുണങ്ങൾ പറയുന്ന ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലും ആയത്തുകളിലും നമ്മൾ പഠിച്ചത്. സൂറത്തുൽ ഫുർഖാനിൻ്റെ 67 ആയത്ത്, ഇബാദുർ റഹ്മാനിൻ്റെ ആയത്തുകളിൽ 67 വരെ നമ്മൾ പഠിച്ചു. 68ാമത്തെ ആയത്ത് നമുക്കൊന്ന് കേൾക്കാം. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്ന ഏറ്റവും സവിശേഷമായ മറ്റൊരു സ്വഭാവമാണ് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹ്. അവർ അള്ളാഹുവിൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയില്ല. ലാ യദ്ഊൻ, വല്ലദീന യാതൊരു കൂട്ടർ കൂടെയാണ് അവർ. ലാ യദ്ഊന അവർ പ്രാർത്ഥിക്കുകയില്ല. ദഅ പ്രാർത്ഥിച്ചു, യദ്ഉ പ്രാർത്ഥിക്കുന്നു, യദ്ഊന അവർ പ്രാർത്ഥിക്കുന്നു. ലാ യദ്ഊന അവർ പ്രാർത്ഥിക്കുകയില്ല. മഅല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ അവർ പ്രാർത്ഥിക്കുകയില്ല. ഇലാഹൻ ആഖറ, ഇലാഹ് ആരാധ്യൻ, ആഖർ മറ്റൊന്ന്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, അറബിയിൽ ഖുർആൻ പ്രയോഗിക്കുന്ന 2 വാക്കിൽ സാമ്യതയും അതിൽ വ്യത്യാസവും വരുന്ന പ്രയോഗങ്ങളാണ് ആഖറും അതുപോലെ ആഖിറും. ഖ എന്ന നടുവിലെ അക്ഷരത്തിന് ഫതഹിടുമ്പോൾ ആഖർ അഥവാ നെക്സ്റ്റ്, അടുത്തത്, വേറെ എന്നൊക്കെയാണ് അതിനർത്ഥം, മറ്റൊന്ന് എന്നൊക്കെയാണ് അർത്ഥം. ആ ഖായിന് കെസറിട്ടാൽ ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനം, ലാസ്റ്റ് എന്നാണ് അർത്ഥം. അതാണ് അൽ യൗമുൽ ആഖിർ എന്ന് നമ്മൾ പറയുന്നത്, അവസാനത്തെ ദിവസം എന്ന അർത്ഥത്തിൽ, അന്ത്യദിനം എന്ന അർത്ഥത്തിൽ. യൗമുൽ ആഖിർ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം, നെക്സ്റ്റ് ഡേ എന്നുമാണ് അർത്ഥം വരിക. ഇവിടെ ഇലാഹൻ ആഖർ, മറ്റൊരാരാധ്യൻ, അള്ളാഹു അല്ലാത്ത മറ്റൊരാരാധ്യനെ വിളിച്ച് അവർ പ്രാർത്ഥിക്കുകയില്ല. തൗഹീദ് അവർ പാലിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിക്കുക അഥവാ ആരാധന റബ്ബിന് മാത്രം കൊടുക്കുക എന്ന തൗഹീദിൽ പാളിച്ച വരിക, അതിൽ വ്യതിയാനം സംഭവിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചില ആളുകൾ വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ അയ്യു ദംബിൻ അഅ്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകരെ അയ്യു ദംബി അക്ബർ അല്ലെങ്കിൽ അഅ്ലം, ഏറ്റവും വലിയ പാപം പ്രവാചകരെ എന്താണ് ഏറ്റവും വലിയ പാപം? ഹറാമുകളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ വലിയ ഗൗരവത്തോടു കൂടെ കാണുന്ന ഹറാമുകളുണ്ട്. എന്നാൽ അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത്. മറിച്ച് പ്രവാചകൻ പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്. നിന്നെ സൃഷ്ടിച്ചവനായ നിൻ്റെ റബ്ബ്, അവൻ റബ്ബായിരിക്കെ, ആ റബ്ബ് നമ്മളെ സൃഷ്ടിച്ചവനായിരിക്കെ അവന് പകരക്കാരെ സ്വീകരിക്കലാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നോമ്പ് കാലത്താണ് നമ്മളുള്ളത്. പരിശുദ്ധ ഖുർആനിൽ റമളാനിലെ സംഭവങ്ങൾ, നോമ്പിൻ്റെ വിധിവിലക്കുകൾ പരാമർശിച്ചു പോകുന്ന പ്രധാനപ്പെട്ട ആയത്തുകൾ സൂറത്തുൽ ബഖറയിലെ 180 മുതൽ ഇങ്ങനെ തുടങ്ങുന്ന ആയത്തുകളാണ്. 189ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. പ്രവാചകരെ വഇദാ സഅലക ഇബാദി, എൻ്റെ അടിമകൾ താങ്കളോട് ചോദിക്കാണ്, അന്നി എന്നെപ്പറ്റി, അഥവാ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അടിമകൾ പ്രവാചകരോട് ചോദിച്ചാൽ പ്രവാചകരെ താങ്കൾ പറയണം ഫഇന്നി ഖരീബ്. അള്ളാഹുവിൻ്റെ വ്യത്യസ്തങ്ങളായ സിഫത്തുകൾ കൊണ്ട് റബ്ബിനെ പരിചയപ്പെടുത്താം. പക്ഷേ റബ്ബ് പറഞ്ഞത് ഫഇന്നി ഖരീബ്, പറഞ്ഞു കൊടുക്കേണ്ടത് ഞാൻ അവരോട് ഏറ്റവും സമീപത്ത് നിൽക്കുന്നവനാണ്. അതുകൊണ്ട് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. അത് കേൾക്കാനും ഉത്തരം നൽകാനും മാത്രം അവരോട് അടുത്തു നിൽക്കുന്നവനാണ് ഞാനെന്ന് പ്രവാചകരെ താങ്കൾ പറയുക. ഫസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അവരെന്നിൽ വിശ്വസിക്കട്ടെ, എന്നോടവർ ചോദിക്കട്ടെ, അവർ മാർഗം പ്രാപിച്ചേക്കാം എന്നാണ്. പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം കൊടുക്കേണ്ട, വിശ്വാസി നൽകേണ്ട ബാധ്യതയാണ്. അതിലൊരു തർക്കവും ഇസ്ലാമിക ലോകത്ത് യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്താണ് തൗഹീദ്? അതാണല്ലോ ഈ ആയത്തിൽ
പരാമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇഫ്രാദുല്ലാഹി തആല ബിമാ യഖ്തസ്സു ബിഹി എന്ന ചുരുക്കം നിർവചനത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാം. ഇഫ്രാദുല്ലാഹി തആല, അള്ളാഹുവിനെ ഏകനാക്കലാണ്, ഒറ്റക്കാക്കലാണ്, ഏകനാക്കലാണ്. ബിമാ യഖ്തസ്സു ബിഹി, അവന് മാത്രം പ്രത്യേകമായ എല്ലാ കാര്യത്തിലും അള്ളാഹുവിന് മാത്രം ഏകനാക്കുക എന്നതാണ് തൗഹീദ്. ഏതൊക്കെ വിഷയങ്ങളാണ് അള്ളാഹുവിന് മാത്രം പ്രത്യേകമാക്കപ്പെടേണ്ട വിഷയം? അത് തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്നീ 3 ഭാഗങ്ങളായി പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. റുബൂബിയത്ത് അഥവാ റബ്ബ് അള്ളാഹുവാണ്. ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്. ഖാലിഖ് റബ്ബാണ്, സൃഷ്ടിക്കുന്നവൻ റബ്ബാണ്. മാലിക് റബ്ബാണ്, ആ സൃഷ്ടിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ റബ്ബാണ്. മുദബ്ബിർ, ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവനും അള്ളാഹുവാണ്. ഈ വിശ്വാസമാണ് റുബൂബിയത്ത്. ഇത് അള്ളാഹ്ക്ക് മാത്രം പ്രത്യേകമായ അവൻ്റെ പ്രത്യേകതകളാണ്. ഇത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ഒരാളും സൃഷ്ടിക്കുന്നില്ല. അള്ളാഹു അല്ലാത്ത ഒരാളും ഒന്നിനെയും ആത്യന്തികമായി ഉടമപ്പെടുത്തുന്നില്ല. അള്ളാഹു അല്ലാത്ത ഒരാളും ഒരു ശക്തിയും ഇവിടെ നിയന്ത്രണം നിർവഹിക്കുന്നില്ല. അതാണ് തൗഹീദുർ റുബൂബിയ്യ. മറ്റൊന്ന് തൗഹീദുൽ ഉലൂഹിയ്യ. ഇലാഹ്, ആരാധ്യൻ അള്ളാഹു മാത്രമാണ്. ആരാധനയുടെ ഭാഗമായി വരുന്ന സർവമാന കാര്യങ്ങളും അത് റബ്ബിന് മാത്രം കൊടുക്കേണ്ടതാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരം, എൻ്റെ ബലികർമ്മം, എൻ്റെ നേർച്ചകൾ, എൻ്റെ ജീവിതം, മരണം എല്ലാം റബ്ബിന് കൊടുക്കേണ്ടതാണ്. ഇലാഹായി, ആരാധ്യനായി ഒരാൾക്ക് എന്തെല്ലാം സമർപ്പിക്കുമോ അത് പ്രാർത്ഥനയായാലും സഹായതട്ടമായാലും സുജൂദായാലും നിസ്കാരമായാലും നേർച്ചയായാലും ബലികർമ്മങ്ങളായാലും ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ആരാധ്യൻ എന്ന നിലക്ക് അർപ്പിക്കേണ്ട കർമ്മങ്ങൾ അർപ്പിക്കണം. അതാണ് ഉലൂഹിയത്ത്. അസ്മാ വ സിഫാത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരും വിശേഷണങ്ങളും അത് അവന് മാത്രം പ്രത്യേകമാണ്. ആ പേരും വിശേഷണങ്ങളും അള്ളാഹു അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടില്ല. അതാണ് അൽ അസ്മാ വ സിഫാത്ത്. ഇത് 3 വിശദമായും വിശാലമായും നമ്മൾ പഠനവിധേയമാക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. അള്ളാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവരിൽ ശിർക്ക് വന്നു പോകും. അങ്ങനെ ശിർക്ക് വന്നു പോയാൽ അവരെ സംബന്ധിച്ച് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് തൊട്ടു മുമ്പ് നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മുൻ ക്ലാസ്സുകളിൽ. അതുകൊണ്ട് തൗഹീദ് പാലിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ അടിമകൾ. അത് ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. റഹ്മാനായ റബ്ബ് തൗഹീദിൻ്റെ വക്താക്കളായി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെടാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീൽ മുസ്ലിമീന ഫീ കുല്ലി മക്കാൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.